അതുപോലെ ഒരാളോട് പറയാം ലൈസൻസ് എടുക്കണ്ട, നീ വണ്ടി ഓടിച്ചോ, ഞാൻ ഏറ്റു എന്ന് പറയാം. ഇത് ഈ നാട്ടിലെ നിയമവിരുദ്ധമായ കാര്യമാണ്. ആ നിയമവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മഹാനെ കുറിച്ച് സമൂഹത്തിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫസാദാണ് ചില ആളുകൾ അവരറിയാതെ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ മുഖേന പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ബാബ്, ആ അധ്യായം തന്നെ അടച്ചു കളയുക എന്നത് ഇന്നിന്റെ ആവശ്യമായതുകൊണ്ട് പണ്ഡിതന്മാർ ഇന്ന് ആ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രം. ഗുഡ്സ് ഓടിക്കല, ഗുഡ്സ് ഇങ്ങനെ ഓടിക്കും, നമ്മളെ ഗുഡ്സില്ലേ അതിലെങ്ങനെ പോകും. അയാള് ലൈസൻസ് എടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ഗുഡ്സ് ഓടിക്കല, ലൈസൻസ് എടുക്കണം, നമുക്ക് ലൈസൻസ് വേണ്ട, വണ്ടി ഓടിക്കാം. അയാൾക്ക് വയസ്സ് ഇപ്പൊ 65, ഇന്ന് വരെ അയാൾക്ക് ലൈസൻസ്. ഇമ്മരിച്ചാൽ ഞാൻ 20 കൊല്ലം മുന്നേ പരിചയപ്പെടുന്നത്. അന്ന് ഇയാള് ലോക പാച്ചാൽ അങ്ങാടി കൂടി ഗുഡ്സുമായിട്ട്. അന്ന് ഇയാൾക്ക് എന്തില്ല, ഞാൻ പറയല്ല മനസ്സാ പിടിച്ചാലോ, ഏയ് ശേഖന പറഞ്ഞിക്ക് എന്ത്, അയാൾ നോക്ക്, നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട, വണ്ടി ഓടിക്കാൻ. അതല്ല അത്ഭുതം, ഇയാളെ പിടിക്കാത്ത ദിവസമില്ല. അത് വേറെ രസാ. ആഴ്ചക്ക് തന്നെ ഇയാളെ പോലീസ് പിടിക്കും. കാരണം ഇയാൾ ചിലപ്പം ഗുഡ്സിൽ ഐസ്ക്രീമിന്റെ വണ്ടി എടുത്ത് നമ്മളെ കാപ്പാട് ബീച്ചിൽ പോയി കുത്തിരിക്കും. ഇത് എന്റെ കൂടെ അയാളെ മോൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. കാപ്പാട് ബീച്ചിൽ പോയി കുത്തിരിക്കും. കാപ്പാട് ബീച്ചിൽ പോയാൽ പോലീസുകാരുണ്ടാവുന്ന ഉറപ്പല്ലേ, ഇയാളെത്തി വരും. എപ്പോഴും എന്ന പോലെ ഏകദേശ ദിവസവും പോലീസ് ഇയാളെ കൈ കാട്ടും. പേപ്പർ ഉണ്ടോ, ഇൻഷുർ ഉണ്ടോ, ടാക്സ് ഉണ്ടോ, ലൈസൻസ് വെക്കൂല. കൊല്ലത്തിനായി ഇങ്ങനൊരു അത്ഭുതമുള്ള ഒരു ജീവിതം. ഇതെന്താണ് ആ വാക്കിന്റെ ഫലം? എന്താണ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഏതോ മുസീബത്ത്, വണ്ടി മുസീബത്ത് വന്നാലോ ഇപ്പോഴത്തെ കാലത്ത് ഓരോ മരിച്ചതിന് ശേഷം പറയാം നമുക്ക്. അപ്പോഴത്തെ പിന്നെ രേഖയില്ലാന്ന് പറയും. അതാണ് ഈ പ്രശ്നം. എന്തൊരു അത്ഭുതമാ, എത്ര സംഭവമാ.